ദില്ലിയും ക്രിസ്മസ് ആഘോഷത്തിലാണ്. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകളും പാട്ടും ഡാൻസും എല്ലാമായി ആളുകൾ ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എതിരായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് പള്ളികൾ ഒരുക്കിയിരിക്കുന്നത്. ദില്ലി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് മുന്നിൽ നിന്ന് നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ, എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ എല്ലാവരും വളരെ സ്വതന്ത്രമായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവിടെ വലിയ പോലീസിന്റെയും സുരക്ഷയുടെയും ഒക്കെ നടുവിലാണ് ക്രിസ്മസ് ആഘോഷം. എന്തൊരു ഗതികേടാണ്. പക്ഷേ എങ്കിലും ദില്ലിയിലും ആഘോഷത്തിനൊരു കുറവുമില്ല, അല്ലേ? അരുൺ, ദില്ലിയിലും ക്രിസ്മസ് ആഘോഷങ്ങൾ അതിൻ്റെ അതാത് വൈബിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ്. ദില്ലിയിലെ പ്രശസ്തമായ പള്ളിയാണ്. പണ്ട് ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രിയൊക്കെ വന്ന പള്ളിയാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് നമ്മൾ ഉള്ളത്. പള്ളി പൂർണ്ണമായും ഈ ക്രിസ്മസ് ദിനത്തിൽ അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുൽക്കൂടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ക്രിസ്മസ് നാളിൽ ഇവിടെ എത്തുന്നുണ്ട്. മലയാളികളും അല്ലാത്തവരൊക്കെ ഒരുപാട് ആളുകൾ എന്താണെങ്കിലും ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എത്തുന്ന പ്രധാനപ്പെട്ട പള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഉത്തരേന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്, അത്തരം നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. മലയാളികളായ ഫാമിലിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ദില്ലിയിലെ ക്രിസ്മസ്? എന്താ പറയുക, നാട്ടിലെ അത്രയും ഇല്ല എങ്കിലും കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചും കൂടെ ഒരു ഭേദമായിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഒരു സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ കുറച്ചും കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരും കൂടുതലായിട്ട് നമുക്ക് ഗ്യാദർ ചെയ്യാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. എത്രാമത്തെ ക്രിസ്മസ് ദില്ലിയിൽ? എൻ്റെ ശരിക്കും ഇത് രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ശരിക്കും ഇവിടെ വന്നതിന് ശേഷമുള്ള. പിന്നെ ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇടയ്ക്ക് അവരെ വിട്ടിട്ട് വന്നതേ ഉള്ളൂ. ഇത്ര നാളും ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. ഇപ്പം അവരെ നാട്ടിൽ വിട്ടിട്ട് ഇപ്പോൾ തിരിച്ച് വന്നതേ ഉള്ളൂ. നാട്ടിന്റെ അത്ര പ്രതീക്ഷിക്കാനേ പറ്റുന്നില്ല. ഒട്ടുമല്ല, നാട്ടിലെ പോലെയല്ല ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ. ലൈറ്റും കാര്യങ്ങളും ഒന്നും എന്നുവെച്ചാൽ നല്ലതാണ്. ഒരുപാട് മിസ് ചെയ്യും. നാണമായിട്ട് എന്തായാലും വലിയ തരത്തിൽ ആളുകളൊക്കെ ഒരുപാട് പേർ എത്തുന്ന സമയമാണ്. ക്രിസ്മസ് ആഘോഷം ഏറ്റവും അധികം നടക്കുന്നത് പക്ഷേ ഈ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലായിരിക്കും എന്നാണ് യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ തിരക്കിലാണ്. നമുക്ക് വലിയ തരത്തിലുള്ള പുൽക്കൂടും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ഈ ക്രിസ്മസ് കാലത്ത് പലയിടത്തും അതിക്രമങ്ങളും ഭീഷണികളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. കാരണം പോലീസിൻ്റെയും ഒക്കെ അത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇടവകൾക്ക് കൃത്യമായി തന്നെ സുരക്ഷ ഒരുക്കണം എന്ന് ദില്ലി പോലീസിനോട് CBCയും അതോടൊപ്പം തന്നെ ഇടവകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെയൊക്കെ വലിയ സന്നാഹം നമുക്ക് കാണാൻ കഴിയും. പോലീസും ബാരിക്കേഡും ഒക്കെ ഈ സേക്രഡ് ഹാർട്ട് പള്ളിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. കാരണം മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്തരം നടപടികൾ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ക്രിസ്മസ് നാളിൽ ഇങ്ങനെ ഒരു സുരക്ഷയൊക്കെ ഓക്കെ നോബൽ, എന്തായാലും ആ പോലീസുകാരോടും നമ്മളുടെ ഒരു മെറി ക്രിസ്മസ് പറഞ്ഞോളൂ. പാവം പോലീസുകാർ ഈ തണുപ്പത്തെ കാവൽ നിൽക്കുക പള്ളിക്ക്.